പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് 3 ബാധ്യതകളാണുള്ളത്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുമായി, രണ്ടാമത് സമൂഹത്തോടുണ്ട്, മൂന്നാമത് സ്വന്തത്തോടും ചെയ്തു തീർക്കേണ്ട 3 ബാധ്യതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു സ്വഹാബി ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം. അതായത് കുറഞ്ഞ കാര്യമായിരിക്കണം, എന്നാൽ അത് വിശാലമായ വിഷയമായിരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്തി മുവദ്ദിഅ. നീ നമസ്കരിക്കാൻ നിന്നാൽ ആ നമസ്കാരം നിന്റെ വിടവാങ്ങൽ നമസ്കാരമായി നീ മനസ്സിലാക്കുക. വലാ തകല്ലം ബി കലാമിൻ തഅ്തദിറു മിൻഹു. നാളെ നീ ദുഃഖിക്കേണ്ട അവസ്ഥയിൽ ഒരു വിഷയം ഇന്ന് നീ സംസാരിക്കരുത്. വാജിമൽ യഅ്സ അമ്മാ ഫി ഐദിൻ നാസ്. ജനങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള വിഷയത്തിൽ നിന്റെ കണ്ണുകളെ വായിപ്പിക്കരുത്, അതിൽ കണ്ണും നിട്ട് നിൽക്കരുത് എന്നാണ്. വളരെ പ്രധാനമറിയിക്കുന്ന 3 ഉപദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. ഇദാ ഖുംത ഫീ സ്വലാത്തി ഫസല്ലി സ്വലാത്തി മുവദ്ദിഅ. നമ്മുടെ നമസ്കാരം പലപ്പോഴും മാർക്ക് ലഭിക്കാതെ പോയേക്കുമോ എന്ന് നാം എല്ലാവരും ഭയപ്പെടാറുണ്ട്. അതിനെ പ്രവാചകൻ പറഞ്ഞ ഒറ്റമൂലിയാണ്, നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ നമസ്കാരമായി ഗണിക്കുക. പലരും നമ്മോട് ചോദിക്കാറുണ്ട്, നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന്. അതിനുള്ള ഒരു പോംവഴിയും കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് നിന്റെ ലാസ്റ്റ് നമസ്കാരമായി നീ മനസ്സിലാക്കുക, എന്നാൽ നിന്റെ നമസ്കാരം പൂർണ്ണമാകും. വലാ തകല്ലം ബി കലാമിൻ തഅ്തദിറു മിൻഹു. ഇന്ന് നീ സംസാരിക്കുന്ന സംസാരം കൊണ്ട് നാളെ നീ ദുഃഖിക്കരുത് എന്ന് പറയുകയുണ്ടായി. വാജിബൽ യഅ്സ അമ്മാ ഫി ഐദിൻ നാസ്. ജനങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള, ജനങ്ങളിലുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് നീ പരിമിതപ്പെടരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിഖവാത്തി. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് അതിൻ്റെ അവസാന കർമ്മം, അവസാന നിമിഷം വെച്ചിട്ടാണ്. നമ്മൾ ഈ ഹദീസും ഖുർആൻ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ അവസാന കർമ്മമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വാ ഖദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.